ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇഡിയോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് കോടതി ചോദിച്ചു. അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വ്യക്തത വേണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വെള്ളിയാഴ്ച മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിലാണ് സുപ്രീം കോടതി ഇഡിയോട് സുപ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ചത്. 5 കാര്യങ്ങളിൽ ഇഡി വെള്ളിയാഴ്ച മറുപടി നൽകണം. വ്യക്തി സ്വാതന്ത്ര്യം സുപ്രധാനമാണ്, അത് നിഷേധിക്കാനാവില്ല. അതിനാൽ തന്നെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്ത് എന്ന് ഇഡി വിശദീകരിക്കണം. അരവിന്ദ് കെജ്രിവാളിനെതിരായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതും അറസ്റ്റ് വരെയുള്ള നടപടികളിലും വലിയ ഇടവേളയുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയ ഇടവേളയുണ്ടായി എന്നും ഇഡി വിശദീകരണം നൽകണം. ആഭ്യന്തര നടപടിക്രമങ്ങളില്ലാതെ ക്രിമിനൽ നടപടികൾ എങ്ങനെ ആരംഭിച്ചുവെന്നും ഇഡി മറുപടി നൽകണം. കെജ്രിവാളിന്റെ കേസിൽ അനുബന്ധ നടപടിക്രമങ്ങളില്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ചോദ്യം. മനീഷ് സിസോദിയയ്ക്ക് അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങളുണ്ട്. ഇതിൽ കെജ്രിവാളിന്റെ കേസ് ഏതിലുൾപ്പെടുമെന്നും ഇഡി വിശദീകരിക്കണം. അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിലെ ആക്ഷേപം. അരവിന്ദ് കെജ്രിവാൾ ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹർജിക്ക് ജാമ്യാപേക്ഷയേക്കാൾ ഗൗരവമുണ്ട്. വിചാരണ നടത്തുന്നത് പോലെ ആഴത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കണം. ഇതിലും ഇഡി മറുപടി നൽകണം. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി മെയ് 3 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.